നീണ്ട നാളത്തെ സൈനിക അസ്ഥിരതകൾക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കും വിരാമമിട്ടുകൊണ്ടാണ് അമേരിക്കയുമായി ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാർ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധ തന്ത്രങ്ങളുടെ വലിയ വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ നേതൃത്വം. കടുത്ത രാഷ്ട്രീയ സൈനിക സമ്മർദ്ദങ്ങളെ രാജ്യം വിജയകരമായി അതിജീവിച്ചുവെന്നും പ്രധാന ആവശ്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാനാകില്ല എന്നും ഇതാണ് കരാറിലെത്തിയതെന്നും ഇറാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങളും പണപ്പെരുപ്പം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നിവ കാരണം കഷ്ടപ്പെടുന്ന ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് ഈ കരാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക ആശ്വാസം നൽകുമെന്നാണ് കരുതുന്നത്. ജൂൺ 17 ബുധനാഴ്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഈ താൽക്കാലിക കരാറിൽ ഒപ്പുവെച്ചത്. ഇറാന്റെ ഭരണ സംവിധാനത്തിൽ തന്നെ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയും പാടില്ല എന്ന് വാദിച്ചിരുന്ന യാഥാസ്ഥികരും ഈ പ്രതിസന്ധിയിലൂടെ ഇറാന്റെ ഭരണം തന്നെ തകരുമെന്ന് പ്രതീക്ഷിച്ച വിദേശത്തേക്കുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകളും ഒരുപോലെ തന്നെ അമ്പരക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നയതന്ത്ര നീക്കങ്ങൾ നടന്നിരിക്കുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബായി ഈ കരാറിനെ അന്തിമ വിജയത്തിലേക്കുള്ള വലിയ ഒരു ചുവടുവെപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ പരിഷ്കരണവാദി ക്യാമ്പിലെ അംഗമല്ലാത്ത റവല്യൂഷണറി ഗാർഡുകളുമായി അടുത്ത ബന്ധമുള്ള ഗാലിബാവിന്റെ ഈ പിന്തുണ കരാറിന് ഇറാന്റെ ഉന്നത സൈനിക ഭരണ തലങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും കരാറിനെ സ്വാഗതം ചെയ്തിരുന്നു. ഇത് പൂർണ്ണമായും നടപ്പിലാക്കുകയാണ് എങ്കിൽ ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമല്ല മധ്യപൂർവേഷ്യയിൽ തന്നെ പുതിയൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കഴിഞ്ഞിട്ടില്ല എന്നും ഹിസ്ബുള്ളയുമായുള്ള ബന്ധം തടസ്സമില്ലാതെ തുടരേണ്ടതുണ്ട് എന്നാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ മേഖലയുടെ ഭാവി നിർണ്ണയിക്കുന്ന ചർച്ചകളിൽ ഇറാൻ ഇപ്പോഴും ഒരു പ്രധാന പങ്കാളിയായി തുടരുകയാണ്. ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുന്നതോടെ ഇറാന് വിദേശ ബാങ്കുകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ തിരികെ ലഭിക്കുവാനുള്ള അവസരം ഒരുങ്ങുകയാണ്. അമേരിക്കൻ നികുതി പണത്തിൽ നിന്നും ₹1 പോലും ഇറാന് നൽകില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും സ്വന്തം പണം തിരികെ ലഭിക്കുന്നത് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനും നിക്ഷേപങ്ങൾക്കുമുള്ള ഒരു വലിയ സഹായകമാകും. കരാർ ഒപ്പുവെച്ചെങ്കിലും വരും ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടേണ്ട നിരവധി നിർണായകമായ വിഷയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഇതിനായുള്ള അടുത്ത ഘട്ട നയതന്ത്ര ചർച്ചകൾ വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ ആരംഭിക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള യുറേനിയം ശേഖരത്തിന്റെ ഭാവി, യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ്, രാജ്യാന്തര പരിശോധനകൾ, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം, ലെബനൻ വിഷയം എന്നിവയെല്ലാം ഈ ചർച്ചകളിലെ പ്രധാന അജണ്ടകളാകും. അതേസമയം ഈ കരാറിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. തെക്കൻ ലെബനിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കില്ലെന്നും സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ സൈന്യം അവിടെ തന്നെ തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ ലെബനിലെ ഇസ്രായേൽ സൈനിക നടപടികളെയും ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണങ്ങളെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി വിമർശിച്ചിരുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നതിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നയതന്ത്ര നീക്കങ്ങൾ വരും ദിവസങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ.